നൂതന ആശയങ്ങൾ പങ്കുവച്ച് ബിസിനസ് റഫറൽ ഓർഗനൈസേഷനായ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ തിരുവനന്തപുരത്ത് നടന്ന രണ്ടാം വാർഷികാഘോഷങ്ങൾ ISRO മുൻ ചെയർമാൻ പത്മവിഭൂഷൺ ജി മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണം രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും പ്രകടമായെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടുമായി 3,55,000-ലധികം അംഗങ്ങളുണ്ട് ബിസിനസ് റെഫറൽ ഓർഗനൈസേഷനായ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണലിനൊപ്പം. BNI ഇന്ത്യയുടെ ഭാഗമായ BNI ട്രിവാൻഡ്രം നിലവിൽ 18 ചാപ്റ്ററുകളും 850-ലധികം അംഗങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. ഇവരുടെ രണ്ടാം വാർഷികാഘോഷമാണ് തിരുവനന്തപുരത്ത് നടന്നത്. വൈവിധ്യമാർന്ന വ്യവസായങ്ങളെയും ബിസിനസ് മേഖലകളെയും പ്രതിനിധീകരിക്കുന്ന 50 സംരംഭകരുടെ കൂട്ടായ്മ ബിസിനസ് രംഗത്തെ നൂതന ആശയങ്ങൾ പങ്കുവച്ചു. ചടങ്ങ് ഔദ്യോഗികമായി ISRO മുൻ ചെയർമാൻ പത്മവിഭൂഷൺ ജി മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണം രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും പ്രകടമായെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിലൂന്നിയുള്ള വിവിധ മിഷനുകൾ രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. I am very happy to say that the space has set a good example of how things can be done in the country. And of course, as you know, today the Atmanirbhar Bharat, that message is very well driven by our Prime Minister and his team, and we are taken off from there. And that results we are seeing today. Now, we are almost in the same situation as when we launched the SLV3. There was embargoes. We had the difficulties, we had the hurdles, but we have overcome all those things and we have overtaken all those advanced countries in this field. മാഗ്നറ്റ്സ് വെർബേന 2025 പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 100-ലധികം ബിസിനസ്സുകാരെയും സംരംഭകരെയും ഒരുമിച്ച് കൊണ്ടുവന്നു. നെറ്റ്വർക്കിംഗ്, സഹകരണം എന്നിവയ്ക്കുള്ള മികച്ച പ്ലാറ്റ്ഫോം കൂടിയായിരുന്നു ഇത്. ജനം, തിരുവനന്തപുരം.